The theorem of Lagrange result. Every coset left or right of a subgroup H of a group G has the same number of elements as H. Hന്റെ ഏത് കോസെറ്റ് എടുത്താലും ആ കോസെറ്റിലും എച്ചിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. പ്രൂഫ്. ഇപ്പോൾ രണ്ട് സെറ്റിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് നമ്മളൊരു 1-1 on-to ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ വി ഷോ ദിസ് ബൈ എക്സിബിറ്റിംഗ് എ 1-to-1 മാപ്പ് ഓഫ് onto a left coset GH of H. So നമ്മൾ ഒരു മാപ്പ് കൺസിഡർ ദ മാപ്പ് 5 ഫ്രം എച്ച് ടു ജി എച്ച്. നമ്മൾ ലെഫ്റ്റ് കോസറ്റിലേക്ക് ആദ്യം പ്രൂവ് ചെയ്യുന്നു. സെയിം വേ നമുക്ക് റൈറ്റ് കോസറ്റിലേക്കും ഒരു മാപ്പ് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. ലെറ്റ് 5 ഫ്രം എച്ച് ടു ജി എച്ച് ബി ഡിഫൈൻഡ് ബൈ 5 of H is equal to ജി എച്ച് ഫോർ ഈച്ച് എച്ച് എലമെൻറ്റ് ഓഫ് എച്ച്. എച്ചിൽ നിന്ന് ജി എച്ചിലേക്ക് ലെഫ്റ്റ് കോസറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1-1 on-to ആണെങ്കിൽ എച്ചിലും ജി എച്ചിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഇത് on-to ആണോ എന്ന്. അപ്പോൾ ജി എച്ചിൽ നിന്ന് ഏത് എലമെൻറ്റ് എടുത്താലും ജി എച്ചിലൊരു എലമെൻറ്റ് ആർബിട്രറി ആയിട്ട് എലമെൻറ്റ് ജി എച്ച് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു എച്ച് ഉണ്ടായിരിക്കും. സോ 5 of H is equal to ജി എച്ച്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ജി എച്ചിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്. ദിസ് മാപ്പ് ഈസ് on-to ജി എച്ച് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ജി എച്ച്. ടു ഷോ ദാറ്റ് it is 1-to-1 at 5 of H1 equal to 5 of H2. Then 5 of H1 is GH1. GH1 equal to GH2. Then the ജിയും H1ഉം ഇതെല്ലാം ജിയിലെ എലമെൻറ്റ്സ് ആണ്. ജി ഒരു ഗ്രൂപ്പാണ്. സോ അവിടെ ക്യാൻസലേഷൻ ലോ ഉണ്ട്. സോ നമുക്ക് ക്യാൻസലേഷൻ ലോ യൂസ് ചെയ്താൽ പറയാം ജി ക്യാൻസൽ ചെയ്യാം. സോ H1 equal to H2. So 5 of H1 equal to 5 of H2 implies H1 equal to H2. So 5 is a 1-to-1 function and is also on-to. There is a 1-1 on-to function from H into GH. So H and GH അതിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇനി റൈറ്റ് കോസറ്റിലേക്ക് ഇതുപോലെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സൈ ഫ്രം എച്ച് ടു എച്ച് ജി. സൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ജി എന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ ഇത് 1-1 on-to ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ നമുക്ക് പറയാം റൈറ്റ് കോസറ്റിലും എച്ചിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ ജനറലായിട്ട് പറഞ്ഞാൽ എച്ചിൻ്റെ ഏത് കോസറ്റ് എടുത്താലും അതിൽ എച്ചിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് തിയറം ഓഫ് ലഗ്രാഞ്ച്. State and prove Lagrange's theorem. Statement: let H be a subgroup of a finite group G, then the order of H is a divisor of the order of G. Subgroupന്റെ order ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് ഈ തിയറിയിൽ പറയുന്ന. The order of H is a divisor of the order of G. Okay. So prove ചെയ്യാൻ let ജിയുടെ ഓർഡർ n ആണെന്ന് എടുക്കുക. The order of G is equal to n and let the order of H be m. Hന്റെ ഓർഡർ m. ദെൻ നമ്മൾ പറഞ്ഞു എച്ചിൻ്റെ ഏത് കോസറ്റ് എടുത്താലും അതിലെയും ഓർഡർ എന്ന് പറയുന്നത് m ആണ്. എച്ചിൻ്റെയും അതിൻ്റെ കോസറ്റിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആണ്. സോ എച്ചിൻ്റെ ഏത് കോസറ്റ് എടുത്താലും അതിലെ ഓർഡർ m തന്നെയാണ്. നമുക്കറിയാം ഒരു കോസറ്റുകൾ ജിയെ പാർട്ടീഷൻ ചെയ്യും. സോ ജിക്ക് ഡിഫറെൻറ്റ് കോസറ്റുകളുടെ പാർട്ടീഷനായിട്ട് നമുക്ക് ജി എഴുതാം. അതിൻ്റെ യൂണിയനായിട്ട് ജി എഴുതാം. സോ ഓരോ കോസറ്റിലും എച്ചിലെ അതേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ ഓരോ കോസറ്റിലും m എലമെൻറ്റ്സ് ആണ്. അപ്പം ജിക്ക് എത്ര പാർട്ടീഷൻസ് ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ എത്ര കോസറ്റുകൾ ലെഫ്റ്റ് കോസറ്റ് അല്ലെങ്കിൽ റൈറ്റ് കോസറ്റ് എടുക്കുക. ലെഫ്റ്റ് കോസറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ 6 ലെഫ്റ്റ് കോസറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് കോസറ്റിൽ m എലമെൻറ്റ്സ് ആണ്. സോ r ഇൻറ്റു m ഈ ഓരോ കോസറ്റും ഡിസ്ജോയിൻ്റ് ആണ്. സോ r ഇൻറ്റു m എലമെൻറ്റ്സ് ആണ് ജിയിലുള്ളത്. അപ്പോൾ ജിയിലെ എലമെൻറ്റ്സ് നമ്മൾ n എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ n ഈക്വൽ ടു r ഇൻറ്റു m. സോ നമുക്ക് എന്ത് പറയാം m ഡിവൈഡ്സ് n. അതായത് m-ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് n. അതായത് m ഡിവൈഡ്സ് n. ഓക്കെ. കൊറോളറി എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. പ്രൈം ഓർഡർ ഉള്ള ഗ്രൂപ്പെല്ലാം സൈക്ലിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Let G be of prime order. Prime order ഉള്ള ഗ്രൂപ്പാണ് G. A be an element of G different from the identity. പ്രൈം ഓർഡർ എന്ന് പറയുമ്പോൾ മിനിമം 2 എങ്കിലും ആയിരിക്കും ഓർഡർ. സോ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി അല്ലാതെ ഒരു എലമെൻ്റ് എങ്കിലും കാണും. Let A be an element of G different from the identity. Then A ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് നോക്കുക. സൈക്ലിക് ജനറേറ്റഡ് ബൈ A. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് എന്നും കാണും. കാരണം A ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൽ A ഉണ്ടായിരിക്കും. പിന്നെ അത് സബ് ഗ്രൂപ്പാണ്. സോ ഐഡൻറ്റിറ്റിയും കാണും. സോ മിനിമം 2 എലമെൻ്റ് എങ്കിലും കാണും. സോ ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ m ആണെങ്കിൽ m ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കാരണം എയും ഐഡൻറ്റിറ്റി അതിനകത്തുണ്ട്. m ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. ആൻഡ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് എന്താ, ഈ സബ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. സോ m ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ഗ്രൂപ്പ് G, ദാറ്റ് ഈസ് P. ഇപ്പോൾ m
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ്. അതുപോലെ ഈ പ്രൈം നമ്പർ പിയെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 1ഉം ആ നമ്പറേ ഉള്ളൂ. അപ്പോൾ എം എന്ന് പറയുന്നത് 1നേക്കാൾ ഗ്രേറ്റർ 1 അല്ല. സോ അടുത്ത ഓപ്ഷൻ എം ഈക്വൽ ടു പി ആണ്. സോ എം ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ജിയിലെ അതേ എലമെൻറ്റ്, ജിയിലെ പി എലമെൻറ്റ്സ് ഉണ്ട്, അത്രയും എലമെൻറ്റ്സ് തന്നെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയിലും ഉണ്ട്. ദാറ്റ് മീൻസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് ജി ഇറ്റ് സെൽഫ്. Next note, since every cyclic group of order p is isomorphic to Zp, നമ്മൾ പറഞ്ഞു ഓർഡർ പി ഉള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പും Zp-യോട് ഐസോമോർഫിക് ആണ്. അപ് ടു ഐസോമോർഫിസം only one cyclic group, that is Zn. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ജനറലായിട്ട് പറഞ്ഞാൽ Zn-നോട് എല്ലാ സൈക്ലിക് ഗ്രൂപ്പ് n ഓർഡറുള്ള എല്ലാ സൈക്ലിക് ഗ്രൂപ്പ് Zn-നോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ ഈ പി ഓർഡറുള്ള സൈക്ലിക് ഗ്രൂപ്പ് Zp-യോട് ഐസോമോർഫിക് ആണ്. നമ്മൾ ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൊറോളയിൽ പറഞ്ഞിരിക്കുന്ന എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. അപ്പോൾ പ്രൈം ഓർഡറുള്ള ഗ്രൂപ്പ് എല്ലാം സൈക്ലിക് ആണ്. സോ ആ സൈക്ലിക് ആണെങ്കിൽ അതെല്ലാം Zp-യോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ പ്രൈം ഓർഡർ only one group up to isomorphism, that is Zp. അപ്പോൾ നമുക്കറിയാം 1 element ഉള്ള only one group up to isomorphism, 2 element ഉള്ള only one group, 3 element ഉള്ള only one group up to isomorphism, അതെല്ലാം സൈക്ലിക് ആണ്. 4 element ഉള്ള 2 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലീൻ 4 ഗ്രൂപ്പും ദെൻ Z4ഉം. നൗ 5 element ഉള്ള ഗ്രൂപ്പ്, 5 element ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. സോ 5 element ഉള്ള only one ഗ്രൂപ്പ്, അതാണ് നമ്മളിവിടെ പറയുന്നത് Z5. ആ ഗ്രൂപ്പ് സൈക്ലിക് ആണ്. അപ്പോൾ അത് Z5 ആണ്. നമുക്കിപ്പോൾ കിട്ടി 5 element ഉള്ള only one group up to isomorphism, that is Z5. അപ്പോൾ 5 element വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് തിയറം, the order of an element of a finite group divides the order of the group. The order of an element of a finite group, ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇതിനു മുമ്പ് ലഗ്രാഞ്ചസ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണോ, മിനിമം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണോ ഐഡൻറ്റിറ്റി കിട്ടുക, അതാണ് ആ എലമെൻറ്റിൻ്റെ ഓർഡർ. അപ്പോൾ ഒരു എലമെൻറ്റ് എ എടുത്താൽ ആ എയുടെ ഓർഡർ എന്ന് പറയുന്നത് ജിയെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സെയിം ആസ് ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ. അപ്പോൾ എയുടെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആസ് ദ ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ദെൻ ഈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയുടെ ഓർഡർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ദ എലമെൻറ്റ് ഓർഡർ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ.